ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് അഴീക്കോട് ബീച്ച് ഫെസ്റ്റിവലിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. ഞാൻ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും എത്തി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കൂടി നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്, ശ്രുതി ടീച്ചറുടെ മോളാണ്. അതുമാത്രമല്ല നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറും കൂടിയാണ്. പിന്നെ ഈ കാണുന്നതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ വേറൊരു ഉണ്ണിനെ കാണുന്നത് ഞങ്ങളുടെ ഷിബിന ടീച്ചറുടെ മോളാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ജസ്റ്റ് നടന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നേരെ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് അവളുടെ അമ്മ ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അമ്മയും അനിയത്തിയൊക്കെ ആയിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അവളുടെ അമ്മയും അനിയത്തി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അഴീക്കോട് ബീച്ചിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 3:30 കഴിഞ്ഞപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. പിന്നെ ഒരുപാട് റൈഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുമാത്രമല്ല നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മരത്തിൻ്റെയൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്കൊക്കെ വെയിലുണ്ടെങ്കിലും പക്ഷെ നല്ല കാറ്റായിരുന്നു കേട്ടോ ആ മരത്തിൻ്റെ അങ്ങോട്ടേക്കൊക്കെ. ഈ ഭാഗത്തൊക്കെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ആ മരത്തിൻ്റെ അവിടേക്ക് ഇരുന്നിട്ടാ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടായിരുന്നത്. പക്ഷേ നൈറ്റൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടാകും. ഈ ഒരു ടൈമിലായതുകൊണ്ടാണ് അധികം തിരക്കൊന്നും ഇല്ലാഞ്ഞത്. നമ്മളിവിടെ വന്നതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാനായിട്ട് നിന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബീച്ചിലായിട്ട് ഇറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ഉണ്ണീനെയും ജസ്റ്റ് ഇറക്കാൻ വേണ്ടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ചേച്ചിമാരുടെ. ബീച്ചിലൊക്കെ വെയിലുണ്ടെങ്കിലും പക്ഷെ നല്ല കാറ്റായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം ആകുന്തോറും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലിറങ്ങിയതിന് ശേഷം എൻ്റെയും ശ്രുതി ടീച്ചറുടെയും മെത്ത് നിറച്ച് വെള്ളമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ വെള്ളത്തേപ്പാട് തന്നെ ഇട്ടാ പോന്നിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. ബീച്ചിനടുത്തോട്ട് തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അഴീക്കോട് അവിടെ നിന്ന് തന്നെയാണ് ബസ് കയറി നമ്മുടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ഷിബിന ടീച്ചറുണ്ടെയും കൂടി പോന്നിട്ടുണ്ടായിരുന്നു. 4 മണിയുടെ ബസ് അവിടെ നിന്ന് നേരിട്ടുണ്ടായതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ഇച്ചിരി ദൂരത്തു നിന്നാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ അതുമല്ല അവരുടെയൊക്കെ ഫാമിലിയും ഉണ്ടായിരുന്നു 2 പേരുടെ. അതുകൊണ്ട് തന്നെ അവർ നൈറ്റൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു ബസ്സിന്. പിന്നെ ഈ കാണുന്നത് നമ്മൾ നൈറ്റ് പോയപ്പോൾ ഒരു വീഡിയോ ആണ്. നമ്മൾ പകൽ വന്നപ്പോൾ വലിയ ആൾക്കാരും ഉണ്ടായില്ല, അതുപോലെ തന്നെ വലിയ ഭംഗിയും ഉണ്ടായിരുന്നില്ല കാണാൻ. പക്ഷെ നൈറ്റ് വരുമ്പോൾ അടിപൊളിയായിരുന്നു, ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അഴീക്കോട് ബീച്ച് ഫെസ്റ്റിവലിൻ്റെ നൈറ്റുള്ളൊരു കാഴ്ചയൊക്കെ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.